സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞാൻ അവനോടൊപ്പം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ ചെറിയ 2 വാക്കുകളിൽ അവനും തെറ്റി, ഞാനും തെറ്റി. ഇപ്പോൾ അവൻ്റെ പാടായി, ഞാൻ എൻ്റെ പാടായി. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കുക, ഒരു വേദന ഇല്ലേ ഹൃദയത്തിൽ ആ കൂട്ടുകാരനെ ചൊല്ലി? ചേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തില്ല, അവൻ പെട്ടെന്ന്. നിങ്ങൾ മാർക്കോസ് 5 വായിച്ച് നോക്കണം. ആ ഭൂതഗ്രഹസ്ഥനെ യേശു സൗഖ്യമാക്കി. യേശു സ്തോത്രം അഗേതരദേശത്തിൽ ചെന്ന് എത്രയോ മാസങ്ങൾ കൊണ്ട് അങ്ങേര് ആ ശവകല്ലറയിൽ കിടക്കുന്ന മനുഷ്യൻ, ജനങ്ങളെല്ലാം അവനെ പിടിച്ചു കെട്ടാൻ നോക്കി. പിടിച്ചു കെട്ടും തോറും അവൻ അതിനെ പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് പോയി. പക്ഷേ യേശു അവനെ സൗഖ്യമാക്കി. ആ ഭൂതഗ്രഹസ്ഥനെ സൗഖ്യമാക്കി യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന പന്നികളെ മേയ്ക്കുന്നവർ ഇത് കണ്ട്, കാരണം പന്നിയൊക്കെ ചത്തല്ലോ, ഇവർ ചെന്ന് ഓടിച്ചെന്ന് ജനത്തോട് പറഞ്ഞ് ജനം വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജനം വന്നു, സുബോധത്തോടെ ഇരിക്കുന്ന ഭൂതഗ്രഹസ്ഥനെയും കണ്ട് പന്നികളെ കാര്യവും അറിഞ്ഞു. യേശുവെ, നീ ഇവിടെ വരണ്ട, ഈ ദേശം വിട്ട് ഞങ്ങളുടെ അതിർത്തി വിട്ട് പോകണം. ഒന്നാലോചിച്ച് നോക്കുക. നമ്മളെവിടെയെല്ലാം ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു ഹൃദയത്തോടുള്ളൊരു സ്നേഹം നമുക്ക് ആ സഭയോടോ ജനത്തിനോടോ ഉണ്ടാവും. അത് നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അതിലൊരു മുറിവ് നമ്മൾ വയ്ക്കരുത്. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്ക്. യേശു അവിടെ നിന്നൊന്നും സംസാരിക്കുന്നില്ല. ഭൂതഗ്രഹസ്ഥൻ സൗഖ്യമായവൻ യേശുവിൻ്റെ പടകിൽ കയറുമ്പോൾ യേശു ഒരു വാക്ക് പറയുന്നു: നീ പോയി നിൻ്റെ വീട്ടുകാരോട് സംസാരിക്കും, കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, പൊക്കോ. അതല്ലാതെ എന്തോ ജനോടാ ഇത്, ഇത്രയും വലിയ അത്ഭുതം ചെയ്തിട്ട് ഈ ജനം എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല, എന്തുകൊണ്ട് എന്നും പറഞ്ഞ് യേശു ഞാൻ ഇരിക്കുമ്പോൾ താടിക്കും കൈയെടുത്തോണ്ടിരുന്നില്ല. യേശു പോയി. ഇത് കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്ന, നിന്നെ മുറിവുപ്പെടുത്തിയ നിൻ്റെ ഫ്രണ്ട്സുകളുണ്ടാവാം, പാസ്റ്റർമാരുണ്ടാകാം, അവരെയൊക്കെ ഓർത്ത് നീ ദുഃഖിക്കരുത്. അവരെ ഉള്ളുകൊണ്ട് കയ്പ് വയ്ക്കുകയും ചെയ്യരുത്. നിൻ്റെ ജോലി അത്രയേ ഉള്ളൂ. ഒരു 5 ദിവസം അവരോട് നിൽക്കുക, സുവിശേഷം സംസാരിക്കുക, പോവുക. നല്ല പേര് നമുക്ക് കിട്ടത്തില്ല, കാരണം സാത്താൻ അറിയാൻ നീ ആരാണെന്ന്. നീ യഥാർത്ഥ ഒരു ദൈവ പൈതലാണെങ്കിൽ ഉറപ്പ് പറയാം, നിനക്ക് എപ്പോഴും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, കുറയത്തില്ല. പക്ഷെ നീ ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ ഗദരദേശത്ത് യേശുവിനോട് തിരികെ പോകാൻ പറയുമ്പോൾ യേശു മറുപടി പറയാതെ തിരികെ പോകുന്നുണ്ട്. പക്ഷേ ഇവരറിയാതെ ഒരു സംഭവം യേശുവിടെ ചെയ്തിട്ടാണ് പോകുന്നത്. എന്തുവാ? ആ ഭൂതഗ്രഹസ്ഥൻ സൗഖ്യമായവനെ ഒരു സുവിശേഷകനാക്കി മാറ്റി. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന, പഴയതിനെ ഓർത്ത് കരയാതെ പുതിയ ജനറേഷനെ വാർത്തെടുക്കാൻ, പുതിയ അഭിഷേകത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പഴയതിനെ ഓർത്ത്, പഴയ ഫ്രണ്ട്സിനെ ഓർത്ത്, പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഒക്കെ പറയുന്ന വാക്കുകളെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ ജനറേഷനെ വാർത്തെടുക്കാൻ കർത്താവ് എനിക്കൊരു അഭിഷേകം താ എന്ന് പ്രാർത്ഥിക്കുക. കാരണം യേശു പറയുന്ന, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. സ്തോത്രം. എലീശയ്ക്ക് പറയാൻ പറ്റും, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ അറിയാതെ ഇരുന്ന സമയത്ത് എൻ്റെ മേൽ ഏലിയാവിൻ്റെ പുതപ്പ് എൻ്റെ മേൽ വീണതും ദൈവം പറഞ്ഞിട്ട് ആ ഒരു പുതപ്പ് എൻ്റെ മേലിട്ട്. തൻ്റെ അമ്മയോടും അപ്പനോട് സംസാരിക്കുമ്പോൾ അവർ ഒരു അക്ഷരം സംസാരിക്കുന്നില്ല, പോയിട്ട് വരാനേ പറയുന്നുള്ളൂ. ആ സ്തോത്രം കാളയെയും ആ മരക്കോപ്പൊക്കെ വെട്ടി കാളയെ പാചകം ചെയ്ത് ആ ജനത്തിന് കൊടുക്കുമ്പോൾ ജനം പറഞ്ഞായിരിക്കാം, എൻ്റെ ഒരു ഊഹമാണ്, ജനം പറഞ്ഞായിരിക്കാം, ജനം അങ്ങനെയല്ലേ സംസാരിക്കൂ, ഒരു മോനല്ലേ ഉള്ളൂ, അമ്മയ്ക്കും അപ്പന് നീ മാത്രമല്ലേ ഉള്ളൂ, ഈ കണ്ട സ്വത്തൊക്കെ എങ്ങനെ ഇതൊക്കെ ഇട്ടേച്ച് നീ ദൈവവിലയ്ക്ക് ഇറങ്ങുന്നു എന്നൊക്കെ ചോദിച്ചു കാണാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരൊറ്റ വിഷയമേ ഉള്ളൂ: ഞാൻ ഈ കാളകളെ മേയ്ക്കാനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചേ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടുവെങ്കിൽ, എൻ്റെ ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ, ഈ കാളകളെ കൂട്ടത്തോ എൻ്റെ അമ്മ സമ്പാദിച്ച, അപ്പൻ സമ്പാദിച്ച സമ്പത്തിൻ്റെ പുറകിൽ പോകാനോ അല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചേ, അവൻ്റെ വേലയ്ക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പൗലോസിനും പറയാൻ പറ്റും, കോടിയുടെ ആസ്തികളുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷേ എന്നെ വിളിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പ്ലാനും പദ്ധതിയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ ചപ്പൊന്നും ചവറന്നും എണ്ണി മാറ്റുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ അകത്ത് ഒളിഞ്ഞിരിക്കാതെ, വേദനയ്ക്കകത്തിരിക്കാതെ നീ പുറത്ത് വന്ന് സംസാരിക്കണം. മുടിയനായി പുത്രൻ ഓടി, സമ്പത്ത് കൊണ്ടുപോയി കംപ്ലീറ്റ് ദൂർധരിച്ചു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരപ്പൻ അവന് വേണ്ടി കാത്തിരുന്നു. ഇതിൽ കൂടി കേൾക്കുന്നവരാരോടോ പരിശുദ്ധാത്മാവ് പറയുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുക, നീ മടങ്ങി വാ. കൊയ്ത്ത് വളരെയുണ്ട്,
വേലക്കാരോ ചുരുക്കം. വല്ല പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ വല്ല നാട്ടുകാരോ വല്ല വ്യക്തികളോ നിന്നെ അപമര്യാദയായി സംസാരിച്ചെങ്കിൽ, വേദനപ്പെടുത്തി സംസാരിച്ചെങ്കിൽ, നീ അവരോട് ക്ഷമിക്കേ. അതും തൂക്കിപ്പിടിച്ചുകൊണ്ടിരിക്കാണ്ട് ദൂരക്കള. സാത്താൻ ഇടം കൊടുക്കല്ലേ. എന്നിട്ട് അവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. സീരിയസ് ആയിട്ട് പറയണം. ദിവസവും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ആത്മാർത്ഥമായി പോയി അവരുടെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്തിട്ട് നമുക്കിങ്ങനെ ആയല്ലോ ദൈവമേ. അന്നേരം ഈ വചനം ദൈവാത്മാവ് തന്നെ. യേശുവിന് പോലും ഇങ്ങനെയായി, പൗലോസിന് ഇഷ്ടം പോലെയായി. പക്ഷെ ഇവരാരും തളരുന്നില്ല. അവർ ദൈവവേലയ്ക്ക് വേണ്ടി പൗലോസിൻ്റെയൊക്കെ ആ നിലവാരം പഠിക്കണം. കഷ്ടത കൊണ്ട് നിൽക്കണ സമയത്ത് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കയ്പ് വെക്കരുതകത്ത്. ശുശ്രൂഷയ്ക്ക് അത് ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തൻ. അവൻ അന്ത്യം വരെ നിന്നെ പോറ്റി പുലർത്തും. ആരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടരുത്. എൻ്റെ അനുഭവമെന്ന് പറയുന്നത്, ആരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കൈ ഉയർത്തുക. ദൈവം നിന്നെ സഹായിക്കും. എവിടെ പോകണം എവിടെ പോകണ്ട എന്ന് പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടി സംസാരിക്കാം. ഞാനിന്ന് അങ്ങോട്ട് വരുന്നുണ്ടേ പാസ്റ്റേ. അത് നമ്മൾ ഫ്രണ്ട്സോട് നല്ല സ്നേഹം കൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർക്കത് മുഷിവുണ്ടാവും. ഉറപ്പായിട്ടും പറയാം, അവർക്കത് മുഷിവുണ്ടാവും. ആ മുഷിവാണ് നല്ല ആത്മാർത്ഥ ബന്ധത്തെ കട്ടിയിപ്പിക്കുന്ന സാത്താൻ. പരിശുദ്ധാത്മാവ് പറയണ ഇടത്ത് പോ. പരിശുദ്ധാത്മാവ് പറയുന്ന സ്ഥലത്ത് ചെന്ന്, സഭയിൽ ചെന്ന് നീ പ്രസംഗിക്കേ. ദൈവം നിൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ. നീ ആ സഭയെ ഓർത്ത് ദുഃഖിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെ സഭ ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവമേ നമുക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഫോൺ വിളിച്ച് ചോദിക്കുന്നത്. വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. മനസ്സെ മടിപ്പിക്കുന്ന സാത്താനുണ്ട്. ഇവിടെ യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ, ഞങ്ങളുടെ അതിർത്തി വിട്ടു പോ, ഞങ്ങളുടെ അതിർത്തി വിട്ടു പോ. ഏറ്റവും കൂടുതൽ പാസ്റ്റേഴ്സിനെ സ്തോത്രം ഇല്ലായ്മ പറഞ്ഞാൽ മതി, ഒരു പെണ്ണിനെയും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ മതി, അവൻ പേടിക്കും. പൗലോസിന് ഒരു പേടിയുമില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ജീവിതത്തിൽ യേശുവിൻ്റെ വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ അത് മഹാ അത്ഭുതമാണ്, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ വാക്കുകളാൽ ദൈവം നിങ്ങൾ ബലപ്പെടുത്തട്ടെ. അങ്ങനെ എന്തെങ്കിലും മുറിവോ കയ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് കർത്താവിൻ്റെ വയലിലിറങ്ങാൻ, ഒരു പുതിയ അഭിഷേകം പ്രാപിപ്പാൻ, ഒരു പുതിയ അഭിഷേകം പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുപ്പാൻ പ്രാർത്ഥിക്കാൻ. എലീശ പറഞ്ഞത് കേട്ടാ, ഞാൻ എൻ്റെ അമ്മയും അപ്പനെയും ചെന്നൊന്ന് കണ്ടിട്ട് വട്ടെ. ഏലിയാവ് പറഞ്ഞ, ഞാൻ നിൻ്റെ മിനിട്ടത് എന്തെന്ന് മനസ്സിലായ? അതെനിക്ക് മനസ്സിലായി. കണ്ട. അപ്പോൾ എലീഷായ്ക്ക് തടസ്സം നിന്നതിനെ എലീഷ മാറ്റി. ജനം പറഞ്ഞു കാണും, നീ ഇപ്പോൾ ഇത് ചെയ്യണത് ശരിയാണോ? ഒരു മോനല്ലേ ഉള്ളൂ, അമ്മയ്ക്കും അപ്പനും ആരുണ്ട്? ഈ സമ്പത്തെ കാര്യം നോക്കും. ഇതൊന്നും എലീഷ തലയിൽ കയറ്റിയില്ല. അമ്മയുടെ ഉദരത്തിൽ കണ്ട ദൈവം അവൻ എന്നെ അവൻ്റെ വേലയ്ക്ക് വിളിച്ചിരിക്കുക. എനിക്ക് ഇറങ്ങിയേ പറ്റും. ആരും, ഞാൻ കേൾക്കട്ടെ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ എപ്പോഴാണ് വന്നേ? അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഇരുന്നപ്പോഴൊന്നും ഇവരാരും ഇല്ല. യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം ഇവരൊക്കെ വന്നേ. കറക്റ്റല്ലേ? സ്തോത്രം. കൂട്ടുകാർ ചതിക്കും, പക്ഷെ യേശു ചതിക്കത്തില്ല. നല്ല കൂട്ടുകാരുണ്ട്, കൂടെ നിൽക്കും. ചത്താലും നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ രക്ഷപ്പെടുത്തും. പൗലോസും ശീലാസും നിന്നതുപോലെ. പക്ഷേ എല്ലാവരും അങ്ങനെ ആവുന്നൊന്നുമില്ല. സ്തോത്രം. ആരെ കുറ്റപ്പെടുത്തണമല്ല. ശ്രദ്ധിക്കുക. വേദനയ്ക്കകത്തിരിക്കാണ്ട് അത് ദൂരെ എടുത്ത് കളഞ്ഞിട്ട് യേശുവിനെ സ്നേഹിക്കുക. കർത്താവ് നിങ്ങളെ വാക്കിനാൽ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ആമേൻ.